തൃശൂരിൽ കാറ് പാറമടയിലേക്ക് വീണ് 3 മരണം. ഇന്നലെ രാത്രി 10:30 അപകടം. ഇന്ന് പുലർച്ചെയാണ് കാറിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തത്. MS ലിഷോയ് വിവരങ്ങളുമായുണ്ട്. ലിഷോയ്, രാത്രി സംഭവിച്ച അപകടമാണ്. മൃതദേഹം പുറത്തെടുത്തത് ഇന്നാണ്. ആരും അറിയാതെ പോവുകയായിരുന്നു. എങ്ങനെയാണ് അപകടമുണ്ടായത്? ആളുകളെ തിരിച്ചറിഞ്ഞു? തൃശൂർ മാള കുഴിക്കാട്ടിശ്ശേരിയിലാണ് അപകടം ഉണ്ടായത്. പാറമടയിലെ ഈ കാറ് നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു. കൊമ്പടിഞ്ഞാമക്കൽ സ്വദേശികളായ ശ്യാം, ജോർജ്, മുരിക്കാട് സ്വദേശി ടിറ്റോ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:30 ഈ അപകടം നടന്നത്. കുഴിക്കാട്ടിശ്ശേരി വരദനാടുള്ള പാറമടയിലേക്കാണ് കാർ വീണത്. റോഡിന് ഇരുവശവും പാറമടയുള്ള ഭാഗത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. ഏകദേശം 50 അടി താഴ്ചയിലേക്കാണ് കാറ് മറിഞ്ഞത്. അപകടം നടന്ന പിന്നാലെ തന്നെ അവിടെ നാട്ടുകാർ ഓടിക്കൂടുകയും ആളൂർ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. മാളയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് ആദ്യം എത്തി തെരച്ചിൽ നടത്തിയത്. പക്ഷേ ഈ കാർ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല, കാരണം അത്രയേറെ താഴെയായിരുന്നു. തുടർന്ന് ചാലക്കുടിയിൽ നിന്ന് സ്കൂബ സംഘം എത്തിയാണ് തിരച്ചിൽ നടത്തുന്നത്. പുലർച്ചയോടുകൂടി ഏകദേശം 2 മണിക്ക് മുൻപ് 1 മണിയോടുകൂടിയാണ് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ കാറിൽ നിന്ന് പുറത്തെടുത്തത്. 3 മൃതദേഹങ്ങൾ നിലവിൽ കുഴിക്കാട്ടിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മാറ്റിയിരിക്കുകയാണ്. നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ഈ കാർ പാറമടയിലേക്ക് വീണതെന്നാണ് പ്രാഥമികമായ നിഗമനം. കൂടുതൽ ആരും നേരിട്ട് സംഭവം കണ്ടതില്ലാത്തതിനാൽ കാണുന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ലിഷോയ്, മുൻപും അപകടം ഉണ്ടാകിയിട്ടുള്ള ഒരു പാറമടയാണോ ഈ പ്രദേശം? അങ്ങനെയുള്ളതാണോ? ഒപ്പം തന്നെ ഈ ആളുകളെ തിരിച്ചറിഞ്ഞ് മൃതദേഹം വിട്ടു നൽകുന്ന ഉൾപ്പെടെയുള്ള അവരുടെ തൃശ്ശൂർ സ്വദേശികൾ തന്നെയാണ് ഇവരും മരിച്ച 3 പേരും? തീർച്ചയായും ഈ 3 പേരും സ്വദേശികൾ തന്നെയാണ്. ഇവിടെ അപകടങ്ങൾ എത്രത്തോളം, അതായത് ഇത്രയും ഗുരുതരമായ അപകടങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അത് എത്രത്തോളം നടന്നിട്ടുണ്ടെന്ന കാര്യത്തിലെല്ലാം തന്നെ നമ്മളിപ്പോൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തി സമീപവാസികളുമെല്ലാമായി സംസാരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 50 അടിയോളം താഴ്ചയുള്ള പ്രദേശമാണ്. അതായത് ഈ പാറമടയുടെ ഈ പാറ ഖനനത്തിന് ശേഷം പിന്നീട് ഇപ്പോൾ പാറ പൊട്ടിക്കാത്ത ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ മഴക്കാലത്തും ഉണ്ടാകുന്ന വെള്ളവും അതുപോലെ തന്നെ ഉറവയും എല്ലാം തന്നെ വലിയ തോതിൽ ഒരു ആഴമുള്ള കുളം എന്ന രീതിക്ക്, തടാകം എന്ന രീതി കെട്ടിക്കിടക്കുകയാണ്. ഈ പ്രദേശത്ത് ഇരുഭാഗത്തും, ഈ റോഡിന് ഇരുഭാഗത്തും ഇത്തരത്തിലുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വലിയ അളവിലെങ്കിലും കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിൽ വേഗത അനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും ഒരുപക്ഷെ അപകടം ഉണ്ടായേക്കാമെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ ആയിരിക്കും ഇത് സംബന്ധിച്ച നടപടികൾ പൂർത്തിയാക്കുക. മിക്കവാറും ചാലക്കുടിയിലേക്കായിരിക്കും പോസ്റ്റ്മോർട്ടം കൊണ്ടുപോകാനാണ് വ്യക്തമാകുന്നത്. ശരി, MS ലിഷോയ് തൃശ്ശൂരിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. തീർത്തും